ഗിരി അതാ അവിടെ. ആ എന്താ? ഇതുവഴി പോകുമ്പോ ഒന്ന് കാണാന്ന് കരുതി, അത്രേ ഉള്ളൂ. സുഖവിവരം അറിയാനായിരിക്കും. സുഖമല്ലേ? ആ താങ്ക്സ്. വാ. നേര് പറഞ്ഞ എനിക്ക് മടുത്തു. മുമ്പത്തെ പോലൊക്കെ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ ഒരു സ്വൈരക്കേടായി. ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വീട്ടിൽ നിന്നും 10ാമത്തെ വയസ്സ് ചാടി പോകുന്നവനാ ഞാൻ. പിന്നീട് ഒരിക്കലും അങ്ങോട്ട് മടങ്ങിയിട്ടില്ല. സ്നേഹിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. തീപ്പെട്ടി സാർ ഭക്ഷണം കഴിച്ചു കാണില്ലല്ലോ. ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങിപ്പിക്കാം. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇറ്റ്സ് ഓക്കെ. വിരുന്ന് വരുമ്പോഴേക്കും ഊണ് കഴിഞ്ഞല്ലോ. പാത്രത്തിലൊരു കീരത്തുണ്ടെങ്കിലും ബാക്കി കാണില്ലേ? അത് മതി, പേടിക്കണ്ട. ഞാൻ ഊണ് കഴിച്ചു. കയറിയിരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വേണി അവള് ഭയങ്കര ബിസിയാ, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല, കുറച്ച് കഴിയട്ടെ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഗിരിയെ ഞാനവിടെ കണ്ടായിരുന്നു. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. വീട്ടില് വീടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമായിരുന്നു. സ്വന്തം സുഖത്തെ പറ്റി മാത്രമല്ലേ ആലോചിച്ചുള്ളൂ. മക്കളെ പറ്റി പോലും ഓർത്തില്ലല്ലോ. ബല, ക്ഷമിക്കണം, ഞാൻ എൻ്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ. ഒരു കുടുംബത്തിന്റെ തകർച്ച കാണേണ്ടി വരുന്നുള്ള സങ്കടം കൊണ്ട്. നിങ്ങൾക്ക് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്ന് അറിഞ്ഞൂടെ? എനിക്കിപ്പോഴും പറയാനുള്ളത് നിങ്ങൾ തിരിച്ചു വരണമെന്നാ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും എന്ന് കരുതി തെറ്റുകളിൽ തന്നെ മുറുകി പിടിച്ച് കഴിയണമെന്നില്ല. തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തുന്നതാണ് വിവേകം. തിരിച്ചു വരണം, എല്ലാം നേരെയാവും. ശാപം മാത്രമല്ല, മോക്ഷമുണ്ട്. മോക്ഷം ഇല്ല ബല, എനിക്ക് മോക്ഷമില്ല. മോള് വീട്ടിൽ ചെന്നിട്ട് ഈ പെട്ടി ഭദ്രമായി അമ്മൂമ്മയുടെ ഏൽപ്പിക്കണം.
വെക്കേഷൻ നാട്ടിൽ പോകല്ലേ? സാറും പോകുന്നുണ്ടോ? ഇല്ല. ബസ് കയറ്റി വിടുമായിരിക്കും. അതെ. ഇവര് തനിയെ പോവോ? എങ്ങനെ ഉണ്ടായിരുന്ന വീടായിരുന്നു? പുള്ളിക്കാരന്റെ വീട്ടിൽ അറിഞ്ഞു കാണത്തില്ലയോ രാജമേ? പിന്നെ അറിയാതെ എല്ലാ കൊല്ലവും അമ്മയും മക്കളുമായിട്ടാ വെക്കേഷന് പോയിക്കൊണ്ടിരുന്നത് അല്ലയോ? ആ സാറ് പോവുകയില്ലേ? ഗേറ്റ് അടിക്കണം. ആ വീട് അടച്ചിട്ട് പോണമായിരിക്കും. അല്ല, സാറ് വന്നിട്ടേ പോകൂ. അത്രേ ഉള്ളോ? ആ. റോസമ്മേ, നമുക്ക് പോകാം. നീ കേറ്. ആ സാറിന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഇന്ന് അവധിയെടുത്തു. ഇപ്പൊ ഫ്രീ ആണ്. മക്കളെ നാട്ടിലേക്ക് അയച്ചു. ഒറ്റയ്ക്കായപ്പോ തോന്നി ഒന്ന് കറങ്ങിയാൽ എന്തെന്ന്. ബാലിന് ഓർക്കെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഇത്തിരി റെഫറൻസ് ഉള്ളു. വാ വാ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പല്ല, ഏകാന്തത. ഏകാകിയായിരിക്കുമ്പോഴേ ഒരാൾക്കത് മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്കിപ്പോ അറിയാം. എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ? മറക്കണം, എല്ലാം മറക്കണം. അങ്ങനെയല്ല ബാല, അങ്ങനെയല്ല. ഇരുപത്താറ് 11 വാ. സേറ്റോട് കഥ തുറക്ക. ആരുവാ? ഇതാരാ? എന്റെ വർഷാപ്പിനടുത്തുള്ളതാ. നിനക്ക് സഹായത്തിന് ഒരാളായി. ഇവൾ ആ മുറി കിടന്നോളൂ. ഭക്ഷണമൊക്കെ ഉണ്ടാകില്ല. ഉവ്വ്. വേണേ ആ രാജുവിനെ വിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിപ്പിക്കാം. ഏ ആ. ചായ. അവിടെ വച്ചേക്ക്. രാവിലെ കഴിക്കാൻ എന്തെങ്കിലും? ബ്രെഡ് ഉണ്ടല്ലോ, 2 മുട്ട കൂടെ എടുത്ത് പൊരിച്ചോ.